ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മൂവിയാണ് പ്രകമ്പനം. പടം ഇന്ന് കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നുവെച്ചാൽ ത്രൂ ഔട്ട് ഒരു ഫൺ ഫീൽഡ് എൻ്റർടൈനർ. സിമ്പിൾ ത്രെഡാണ് പടം, പക്ഷേ അവർ ആ ത്രെഡ് ഡെവലപ്പ് ചെയ്ത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു അപ്രോച്ചിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഒരുപാട് ഇഷ്ടമായി. കാരണം വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു അടുത്ത പല സിനിമകളിലും ഉള്ളൊരു കഥ തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ലൊരു കൺസെപ്റ്റാണ് ഇവർ ട്രൈ ചെയ്തിരിക്കുന്നത്. പടം ഒട്ടും ലാഗില്ല. 2 മണിക്കൂർ 5 മിനിറ്റേ ഉള്ളൂ പടം. ഇതിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമ്മുടെ സാഗർ സൂര്യയുടെ പെർഫോമൻസാണ്. മാൻ, എന്തൊരു പെർഫോമൻസ് ആണ്. അതായത് നമ്മൾ പണി സിനിമയിൽ ഡോൺ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് ത്രൂ ഔട്ടൊരു കോമഡി റോള് അത് നല്ല വൃത്തിയായിട്ട് പുള്ളി ചെയ്തിട്ടുമുണ്ട്. അതായത് ഈ പടത്തിൻ്റെ കഥയെന്ന് പറയുമ്പോൾ സിമ്പിളാണ്, സ്പോയിലറൊന്നുമല്ല കേട്ടോ. 3 ഫ്രണ്ട്സ്, അവരുടെ കോളേജ് കാലം, അതിലെ കുറച്ച് രാഷ്ട്രീയം, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇവരുടെ ജീവിതത്തിൽ ഒരു സംഭവം നടക്കും. അതാണ് ത്രെഡ്. ആ സംഭവത്തിന് ശേഷം സാഗർ സൂര്യ എന്നുള്ളൊരു ആക്ടർ, കുറച്ചുകൂടെ പറയണമെന്നുണ്ട്, പക്ഷേ സ്പോയിലറായി പോകും. അപ്പം അയാളിൽ വരുന്ന മാറ്റങ്ങൾ, ആ ബോഡി ലാംഗ്വേജ്, ആ ബിഹേവിങ് എല്ലാം നമുക്ക് വേറൊരാളതിൽ കാണാൻ പറ്റും. അതൊക്കെ പടം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ സാഗർ സൂര്യയുടെ കൂടെയുള്ള അല്ലമീൻ, ഗണപതി. അല്ലമീനിനൊക്കെ നമുക്ക് അറിയാം, പുള്ളിക്ക് ത്രൂ ഔട്ട് റോളാണ് പടത്തിൽ. അതായത് ഡിറ്റക്റ്റീവ് ജോലിയിലൊക്കെ ഉള്ള ഒരു പുള്ളി നല്ല ഫേമസ് ഇൻഫ്ലുവൻസറുമാണ്. പുള്ളിക്ക് നല്ല റോളാണ്. ഗണപതി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ടെക്നിക്കൽ ടീമിലേക്ക് വരുമ്പോൾ വിജേഷ് പാണത്തൂരാണ് ഡയറക്ടർ. പുള്ളിയുടെ നേരത്തെ പടം എന്ന് പറയുന്നത് നദികൾ സുന്ദരി യമുന, ധ്യാൻ ശ്രീനിവാസൻ്റെ പടം. പിന്നെ പുള്ളി തന്നെയാണ് 2 റൈറ്റർമാരിൽ ഒരാൾ പുള്ളിയാണ്. ഒരാൾ ശ്രീഹരി വടക്കൻ, ഒരാൾ ബിബിൻ അശോക് മ്യൂസിക് ഡയറക്ടർ, പിന്നെ ആൽബിൻ ആൻ്റണി സിനിമാറ്റോഗ്രാഫർ, സൂരജ് GS എഡിറ്റർ. മൊത്തത്തിൽ പടം കൊള്ളാം. എന്നുവെച്ചാൽ ഫാമിലികൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്നൊരു പടമായിരിക്കും. നല്ലൊരു തിയേറ്റർ നോക്കി നല്ല വൈബുള്ള ഓഡിയൻസിൻ്റെ കൂടെ കാണാൻ പറ്റിയ അത്ര അടിപൊളി. കാരണം ടെക്നിക്കൽ ടീം വളരെ നല്ലൊരു അപ്രിസിയേഷൻ അറിയിക്കുന്നു. കാരണം നെഗറ്റീവും കാര്യങ്ങളൊന്നും പറയാനില്ല, നല്ല രീതിക്ക് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ചില പടങ്ങൾ OTT കാണാമെന്ന് പറഞ്ഞ് നമ്മളിരിക്കും, പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് OTTക്ക് കിട്ടത്തില്ല. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ നമുക്ക് ചിലപ്പോൾ മിസ്സാവും. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.